ഹായ് മൈ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ദിസ് ഇസ് അഡ്വക്കേറ്റ് അമീർ ഷാ. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ പാലക്കാട് നിന്നും ഒരു അമ്മ എന്നെ വിളിച്ചിരുന്നു. വിഷയം എന്താണെന്ന് വെച്ചാൽ, അവരുടെ മകനെ NDPS കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നും അതേ അവസരത്തിൽ അവരുടെ മോൻ്റെ കയ്യിൽ നിന്നും അവർക്ക് ഒരു സാധനവും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. തന്നെയല്ല, അവനെ ആ വാഹനത്തിൽ നിന്നോ അതല്ലെങ്കിൽ അവൻ്റെ ബോഡിയിൽ നിന്നും ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ, വളരെ അത്ഭുതപ്പെടുത്തുന്ന ഇൻഫോർമേഷനാണ് നമുക്ക് കിട്ടിയത്. എന്താണെന്ന് വെച്ചാൽ, ആ വേറൊരു വണ്ടിയെ പിന്നെ തടഞ്ഞു നിർത്തി അവരിൽ നിന്നും, ആ വാഹനത്തിൽ നിന്നും, അതിലെ ആളുകളിൽ നിന്നും MDMA എന്ന് പറയുന്ന നാർക്കോട്ടിക് ഡ്രഗ്സ് പിടിച്ചെടുത്തു. സൈക്കോട്രോപിക് ഡ്രഗ്സ് പിടിച്ചെടുത്തു. അതിലൂടെ അവരെ ചാർജ് ചെയ്തിട്ട് അവരെ മൊബൈൽ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ആ മൊബൈലിൽ നിന്നും വേറൊരു മൊബൈലിലേക്ക് കോള് പോയിട്ടുണ്ട്. ആ കോള് പോയ വാഹനം എന്ന് പറയുന്നത് ഇവരുടെ വാഹനത്തിന് തൊട്ട് മുന്നിലായിരുന്നു. അങ്ങനെ ആ വാഹനത്തെയും അവർ പിടിച്ചു സെയിം ടൈമിൽ. അങ്ങനെ ഈ വാഹനത്തിന് എസ്കോർട്ട് പോയി എന്നും പറഞ്ഞിട്ടാണ് ആ വാഹനത്തെ പിടിച്ചത്. ഇതാണ് ഇന്ന് നടക്കുന്ന ഒരു സംഭവം. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് തന്നെ അത് പിടിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ആ മറ്റേ ആളുകളെ പിടിക്കുമ്പോൾ അവരുടെ മൊബൈൽ നമ്പർ ട്രാക്ക് ചെയ്യുകയും ലാസ്റ്റ് പോയ എല്ലാ കോളുകളും അവർ പരിശോധിച്ചിട്ട് അവരുടെ മൊബൈൽ ഐഡൻറ്റിറ്റി നോക്കിയ ശേഷം അവരെ വിളിച്ച് വരുത്തും. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പം ഞാൻ ചോദിച്ചു, ആ കുട്ടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനത്തെ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇവർ ഫ്രണ്ട്സാണ്. ഈ കുട്ടി അവർ വിളിച്ചപ്പോൾ ഈ കുട്ടിയുടെ വേറൊരു വാഹനത്തിൽ സഞ്ചരിച്ചു എന്നതാണ് പറയുന്നത്. ഏതായാലും കുട്ടി കഴിഞ്ഞ 6 മാസമായിട്ട് ജയിലിലാണ്. എന്തുകൊണ്ട് 6 മാസമായിട്ട് ജയിലിൽ കിടക്കുന്നു എന്ന് ചോദിച്ചാൽ, അതൊരു മേജർ ക്വാണ്ടിറ്റി ആണ് പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വലിയ ക്വാണ്ടിറ്റി ഒക്കെ പിടിക്കുന്ന സമയത്ത് അതിൻ്റെ പോലീസ് റിപ്പോർട്ട് 180 ഡേയ്സ്, അതായത് 6 മാസം വരെ അവർക്ക് പോലീസിനെ താമസിപ്പിച്ച് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പലപ്പോഴും ജാമ്യം കിട്ടൂല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാഹനം മറ്റാളുകൾക്ക് നിങ്ങൾ ഓടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെയും നമുക്ക് NDPS കേസിൽ നമ്മൾ പ്രതി ചേർക്കപ്പെടും. ഇത് ഞാൻ പറയുന്നത് മറ്റൊരു കേസാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് മഞ്ചേരി ഭാഗത്ത് നടന്നൊരു കേസിൽ ഞാൻ അറ്റൻഡ് ചെയ്തൊരു കേസാണത്. അതിലെന്താ സംഭവിച്ചത് എന്ന് വെച്ചാൽ, രാവിലെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവർ പറഞ്ഞു, നിങ്ങളുടെ വാഹനം ഒന്ന് ആവശ്യമുണ്ട്, എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനാണ് എന്ന് പറഞ്ഞപ്പോൾ മാനസിക പരിഗണന കൊടുത്തിട്ട് അവർ ആ വാഹനം അദ്ദേഹത്തിന് കൊടുത്തു. ഈ വാഹനവും എടുത്ത് അവർ നേരെ പോകുന്നത് MDMA കടത്താനാണ്. അങ്ങനെ പോലീസിന് വിവരം കിട്ടുകയും ഒരു സ്ഥലത്ത് ഒരു റിസോർട്ടിൽ ഇവർ താമസിക്കുന്നു എന്നറിഞ്ഞ ശേഷം അവരെ പിടിച്ചു. അതിനുശേഷം അവരോട് പോലീസ് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഇന്ന വണ്ടിയിലാണ് വന്നത്. അപ്പോൾ ആ വണ്ടി ഏതാണ് എന്ന് കാണിച്ചു നോക്കുമ്പോൾ ആ വണ്ടിയുടെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ആ വണ്ടിക്ക് നാർക്കോട്ടിക് ഇഷ്യൂമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഓണർക്ക് ഒരു കേസിലും ബന്ധപ്പെട്ടിട്ടില്ല. അവരോട് പറയുകയും ചെയ്തു, ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞാണ് ഈ വണ്ടി എടുത്തത് എന്ന് പറഞ്ഞപ്പോൾ ആ പോലീസുകാരുടെ നല്ല മനസ്സ് കാരണം അവർ ആ ഓണറെ അതിൽ പ്രതി ചേർക്കപ്പെട്ടില്ല. എന്നാലും നാർക്കോട്ടിക് ഡ്രഗ്സ് അല്ലെങ്കിൽ സൈക്കോട്രോപിക് ഡ്രഗ്സുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ആയതുകൊണ്ട് പോലീസ് ആ വണ്ടി പിടിച്ചെടുക്കുകയും അങ്ങനെ അവസാനം അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ വണ്ടി കൊണ്ടുപോയിക്കോളൂ, നിങ്ങൾക്കെതിരെ കേസൊന്നുമില്ല, പക്ഷേ NDPS കോടതിയിൽ നിന്നും നിങ്ങൾ ഒരു ഉത്തരവ് വാങ്ങി വന്നാൽ മാത്രമേ നമുക്ക് ഈ കേസിൽ നിന്നും ഈ വാഹനം വിട്ടുതരാൻ പറ്റുള്ളൂ. എന്നിട്ട് ആ കേസ് ഞാൻ 2 പ്രാവശ്യം ആ വണ്ടി കിട്ടുന്നതിന് വേണ്ടി കോടതിയിൽ ഹാജരായി അവർക്ക് വേണ്ടി വാദിച്ചിട്ട് 2 പ്രാവശ്യം നമ്മൾ വാദം നടത്തിയ ശേഷം കോടതിക്ക് ബോധ്യം വന്ന ശേഷം കോടതി തന്നെ പറഞ്ഞു, ഇനി എങ്ങനെയാണ് നമ്മളൊരാളെ വിശ്വസിച്ച് നമ്മുടെ വാഹനം മറ്റൊരാൾക്ക് കൊടുക്കുക എന്ന് ഒരു മുഖവുരയോട് കൂടിയാണ് കോടതി അന്ന് ആ വിഷയം ചർച്ചയ്ക്ക് എടുത്തത്. എന്താണേലും ആ വാഹനം അദ്ദേഹത്തിന് കിട്ടി.
എനിക്ക് നിങ്ങളോട് പറയാൻ പിന്നെ താല്പര്യപ്പെടുന്നത്, നിങ്ങളുടെ വാഹനം ആരെങ്കിലും വന്ന് ചോദിച്ചാൽ കഴിയുന്നതും നിങ്ങൾ ആ വാഹനം എത്ര അടുത്ത ആളാണെങ്കിലും ഓണർ അല്ലാതെ നിങ്ങളുടെ വാഹനം മറ്റൊരാളും ഓടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. കാരണം ഇന്നത്തെ കാലത്ത് നിങ്ങൾ വാഹനം കൊടുത്തു കഴിഞ്ഞാൽ 99% അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ഇത്തരം കേസുകൾ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവി തന്നെ അവതാളത്തിലാവും. പ്രത്യേകിച്ചും കുട്ടികളൊക്കെ ഇതിൽ പെട്ട് കഴിഞ്ഞാൽ അവർക്ക് വിദേശയാത്ര പാടില്ല, അതുപോലെ പെട്ടെന്ന് ജോലികൾക്ക് കയറാൻ പറ്റില്ല, സ്റ്റേറ്റ് വിട്ട് പോകാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം പോലീസ് സ്റ്റേഷനിൽ വന്നുകൊണ്ട് എല്ലാ ആഴ്ചകളും സിഗ്നേച്ചർ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങൾ വരുന്നൊരു പിന്നെ ഏരിയയാണ് കോടതിയും പിന്നെ കേസും എന്ന് പറയും, ക്രിമിനൽ കേസസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് ഗുണം. അല്ലാതെ കുട്ടികൾ മോശമായി എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ കൈ ഒഴിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇത്ര മാത്രമാണ് പറയുന്നത്. താങ്ക് യു വെരി മച്ച്.